ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ VFAയുടെ പരീക്ഷയൊക്കെ അടുത്തു അല്ലെ? ഇപ്പോൾ ഉള്ള പരീക്ഷകളിലെല്ലാം പുതിയ SCERT നിന്നും ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇനി VFA പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ അവസാന ഘട്ടം ഒരു SCERT റിവിഷന് വേണ്ടി ഏതൊക്കെ ചാപ്റ്ററുകളാണ് കൃത്യമായി ഫോക്കസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത് എന്നത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? അപ്പൊ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്കും നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകൾ ലഭിക്കാനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലേക്കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ VFAയിൽ ശ്രദ്ധിക്കേണ്ട SCERT പാഠഭാഗങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അല്ലെ? അതിനു മുമ്പ് തന്നെ നമ്മുടെ VFAയുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ? അപ്പൊ ഉള്ള ദിവസം പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു റിവിഷൻ പ്ലാനുമായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫുൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, പ്രിന്റബിൾ ആയിട്ടുള്ള PDF നോട്ടുകൾ, നിരവധി മോക്ക് ടെസ്റ്റുകൾ, 20 മോഡൽ പരീക്ഷകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, സ്പെഷ്യൽ മാരത്തോൺ ലൈവുകൾ തുടങ്ങി VFAയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സമഗ്രമായ പ്ലാൻ ആണ് SCERT, NCERT ഉൾപ്പെടെ കറന്റ് അഫയേഴ്സ് അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഒരു ബാച്ചിലേക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാൻ വെറും 799 രൂപ മാത്രമാണ് കോഴ്സ് ഫീ വരുന്നത്. ഫ്രീഡം ഓഫർ പ്രമാണിച്ച് ഏറ്റവും ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ നോക്കാം അല്ലെ? നമുക്കതില് കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം, പിന്നെ അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. ജോഗ്രഫിയുടെ കാര്യങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങള്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലെ? അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം, IT ഉൾപ്പെടെ കേട്ടോ. അപ്പൊ കേരള ചരിത്രത്തിൽ 6ാം ക്ലാസ്സിൽ നിന്നും 8ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്, ക്ലാസ് 7 ആണെങ്കിൽ സോഷ്യൽ സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 12 ചരിത്രത്തിന്റെ ആധാരശിലകൾ, ക്ലാസ് 7 ചാപ്റ്റർ 4 പാർട്ട് 1 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അനീതിയിൽ നിന്നും നീതിയിലേക്ക്, ക്ലാസ് 8 ചാപ്റ്റർ 8 സോഷ്യൽ സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ദേശീയ പ്രസ്ഥാനവും കേരളവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് VFAയുടെ സിലബസ് ബേസ് ചെയ്തുള്ള SCERT ടെക്സ്റ്റുകൾ. ഇനി ഇന്ത്യൻ ചരിത്രം നോക്കുമ്പോൾ ക്ലാസ് 8ാം ക്ലാസ്സിലെ നമുക്ക് 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്ററുകൾ നോക്കേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്നുള്ളത് നോക്കണം. ദെൻ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ 8, 9 എന്നീ ചാപ്റ്ററുകളും എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ ഇനി ലോക ചരിത്രത്തിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ജപ്പാൻ ചരിത്രവും വർത്തമാനവും, 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു, 10ാം ക്ലാസ്സിലെ 1, 2 ചാപ്റ്ററുകൾ മാനവികത, സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നുള്ള ചാപ്റ്റേഴ്സ്, പിന്നെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമ്പത്തും ലോകവും. ഇതെല്ലാം പറയുന്നത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ VFAയുടെ പുതിയ ബാച്ചുകൾ മറക്കണ്ട. ഫ്രീഡം ഓഫർ പ്രമാണിച്ച് 799 രൂപ മാത്രമാണ് കോഴ്സ് ഫീ വരുന്നത്. ഇനി നമുക്ക് ജോഗ്രഫിയുടെ ഭാഗം അല്ലെ, കേരള ജോഗ്രഫി ആണെങ്കിൽ ക്ലാസ് 5 8ാമത്തെ ചാപ്റ്റർ പാർട്ട് 2 ടെക്സ്റ്റിലെ നാടറിയാം, ക്ലാസ് 8 7ാമത്തെ ചാപ്റ്റർ നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി നോക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, ക്ലാസ് 7th ചാപ്റ്റർ 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ക്ലാസ് 8 ചാപ്റ്റർ 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും, ക്ലാസ് 9th ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ. ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ കവർ ചെയ്തിരിക്കണം. ദെൻ ക്ലാസ് 9th നോക്കുന്ന സമയത്ത് പാർട്ട് 1 രണ്ടാമത്തെ ചാപ്റ്റർ കേട്ടോ, അതായത് സോഷ്യൽ സയൻസ് 2 എന്ന ടെക്സ്റ്റ് ബുക്കിലെയാണ് പാർട്ട് 1 2ാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ, ക്ലാസ് 9 ചാപ്റ്റർ 3 സോഷ്യൽ സയൻസ് 2 ബുക്കിലെ പാർട്ട് 1 ചരിത്രമുറങ്ങുന്ന പീഠഭൂമി, ക്ലാസ് 9 ചാപ്റ്റർ 5 സോഷ്യൽ സയൻസ് 2 പാർട്ട് 1 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, ക്ലാസ് 9 ചാപ്റ്റർ 7 സോഷ്യൽ സയൻസ് 2 ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 മണലാരണ്യങ്ങളിലൂടെ. അതേപോലെ ക്ലാസ് 9 ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ എന്ന ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി ലോക ഭൂമിശാസ്ത്രം നോക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലെ പാർട്ട് 1 ടെക്സ്റ്റിൽ വരയ്ക്കാം വായിക്കാം. അതേപോലെ 10ാമത്തെ ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ തന്നെ 10ാമത്തെ ചാപ്റ്റർ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, ക്ലാസ് 6 7, 4, 10 എന്നീ ചാപ്റ്ററുകൾ. അതേപോലെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 നമ്മുടെ ഭൂമി എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആകാശ വിസ്മയങ്ങൾ, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങൾ ആധുനിക സങ്കേതങ്ങൾ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കും. ക്ലാസ് 8 ചാപ്റ്റർ 3 ഭൂമിയിലെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും, ക്ലാസ് 8 ചാപ്റ്റർ 10 ലോക ഭൂപടത്തിൽ യൂറോപ്പ്, ക്ലാസ് 10 ചാപ്റ്റർ 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും.
ദെൻ ക്ലാസ് 10 ചാപ്റ്റർ 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. ക്ലാസ് 10 ചാപ്റ്റർ 3 മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. ക്ലാസ് 10 ചാപ്റ്റർ 6 മാറുന്ന ഭൂമി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് 5ാം ക്ലാസ്സിലെ തന്നെ 3-ാമത്തെയും 9-ാമത്തെയും ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ തുല്യതയിലേക്ക്, അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലെ 6-ാമത്തെയും 11-ാമത്തെയും ചാപ്റ്ററുകൾ കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക് എന്നുള്ളതും 11-ാമത്തെ ചാപ്റ്റർ സ്വരുക്കൂട്ടാം കരുതി വെക്കാം എന്നുള്ളതും. അതിന് ക്ലാസ് 7 നമുക്ക് വരുന്നത് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. ക്ലാസ് 7 ചാപ്റ്റർ 10 ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്നുള്ളത്. ക്ലാസ് 8 ചാപ്റ്റർ 4 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥകളും. ക്ലാസ് 8 ചാപ്റ്റർ 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്നുള്ളതാണ്. ദെൻ ക്ലാസ് 9 വരുമ്പോൾ ചാപ്റ്റർ 4 മാനവ വിശേഷ രാഷ്ട്ര പുരോഗതിക്കായി. ക്ലാസ് 9 ചാപ്റ്റർ 5 ഇന്ത്യൻ സമ്പദ് വിവിധ മേഖലകളിലൂടെ. ക്ലാസ് 9 ചാപ്റ്റർ 6 വിലയും വിപണിയും. ക്ലാസ് 10 ചാപ്റ്റർ 5 പണവും സമ്പദ് വ്യവസ്ഥയും. ക്ലാസ് 10 ചാപ്റ്റർ 7 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. ക്ലാസ് 10 ചാപ്റ്റർ 4 ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും. ഓക്കെ, ഇനി ഭരണഘടനയിൽ നോക്കുന്ന സമയത്ത് ക്ലാസ് 5 ചാപ്റ്റർ 6 ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ളത്. ക്ലാസ് 5 ചാപ്റ്റർ 11 നിയമവും സമൂഹവും. ക്ലാസ് 6 ചാപ്റ്റർ 3 രാഷ്ട്രവും ഗവൺമെന്റും. ക്ലാസ് 7 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. ക്ലാസ് 7 ചാപ്റ്റർ 4 അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നുള്ളതും കവർ ചെയ്യണം. ഓക്കെ, അതേപോലെ ക്ലാസ് 7 അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ള 8ാമത്തെ ചാപ്റ്ററും വിവേചനത്തിനെതിരെ എന്നുള്ള 11ാമത്തെ ചാപ്റ്ററും കവർ ചെയ്തെടുക്കേണ്ടതാണ്. 8ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ആണ് നോക്കേണ്ടത്. ഇനി 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ള 4ാമത്തെ ചാപ്റ്ററും ജനാധിപത്യത്തിന്റെ വ്യാപനം എന്നുള്ള 7ാമത്തെ ചാപ്റ്ററും ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന 8ാമത്തെ ചാപ്റ്ററും ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും എന്ന 9ാമത്തെ ചാപ്റ്ററും നോക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ പുതിയ ബാച്ചുകളുടെ കാര്യം മറക്കല്ലേ. ഫ്രണ്ട്സിനെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സയൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ജീവശാസ്ത്രത്തിൽ 5ാം ക്ലാസ് ചാപ്റ്റർ 1 ഒറ്റയല്ല ഒരു ജീവിയും. 2ാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ. അതേപോലെ 4ാമത്തെ ജീവനുള്ള വിത്തുകൾ. 5 ഇന്ദ്രിയജാലം. അതേപോലെ 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ജന്തുജാലങ്ങൾ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ 6ാം ക്ലാസ് നോക്കുന്ന സമയത്ത് 1, 3, 4, 6, 9 1, 3, 4, 6, 9 എന്ന് ബയോളജിയിൽ നോക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിലാണെങ്കിൽ ചാപ്റ്റർ 1ാമത്തേത് വിളയിറക്കാം നൂറുമേനി. അതേപോലെ 5ാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയ ദഹനവും ശ്വസനവും എന്നുള്ളത്. ഓക്കെ, ദെൻ 7ാം ക്ലാസ്സിലെ തന്നെ 7, 9, 10 ചാപ്റ്ററുകൾ നോക്കണം. രക്തപര്യനം, വിസർജനം, അങ്ങനെ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള അല്ലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ 9ാം ക്ലാസ് പരിസ്ഥിതിയെ നോവിക്കാതെ 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ സുരക്ഷിതം ഭക്ഷണം. 8ാം ക്ലാസ് നോക്കുന്ന സമയത്ത് 9, 17, 18 ചാപ്റ്ററുകളാണ് നമ്മൾ നോക്കേണ്ടത്. കോശങ്ങളും കോശജാലങ്ങളും വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, അതേപോലെ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ ട്ടോ. ദെൻ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ബയോളജിയിൽ ജീവൽ പ്രക്രിയയിലൂടെ. ചാപ്റ്റർ 2 ദഹനവും പോഷക സംവഹനവും നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ശ്വസനവും വിസർജനവും എന്നുള്ള 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററും. 4ാമത്തെ ചാപ്റ്റർ ചലനത്തിന് പിന്നിൽ. 5ാമത്തെ പ്രത്യുൽപാദന ആരോഗ്യം. 6ാമത്തെ വർഗീകരണം. ഇത്രയും കാര്യങ്ങൾ 9ാം ക്ലാസ് നോക്കേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിലെ 1, 2, 3, 4 ചാപ്റ്റേഴ്സ് നോക്കേണ്ടതാണ്. 1 ജീവന്റെ ജനിതകം, 2 പരിണാമത്തിന്റെ വഴികൾ, 3 സംവേദനത്തിനു പിന്നിൽ, 4 ജീവികളിലെ രാസസംവേദനം. ഓക്കെ, ദെൻ 10ാം ക്ലാസ്സിലെ 5, 6 പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ടതിന്. ഇനി നമുക്ക് ഫിസിക്സ് ഭൗതിക ശാസ്ത്രം എടുക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലെ കയ്യെഴുത്തും ദൂരത്ത് ആകാശം എന്നുള്ളതും 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ. അതേപോലെ 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ചലനം നിത്യജീവിതത്തിൽ. 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകം. 7ാം ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നുള്ളത് നോക്കണം. അതേപോലെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ. അതേപോലെ 8ാം ക്ലാസ് ചാപ്റ്റർ 1, 2, 3, 12 എന്നീ ചാപ്റ്റേഴ്സ് നോക്കേണ്ടതുണ്ട്. 1ാമത്തെ അളവുകളും യൂണിറ്റുകളും. 2 ചലനവും ബലവും. 3 അതേപോലെ മർദ്ദം. ചാപ്റ്റർ 12 ഗോളീയ ദർപ്പണങ്ങൾ. ഓക്കെ, ഇനി 9ാം ക്ലാസ് നോക്കുമ്പോൾ നമുക്ക് പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ആദ്യത്തെ ചാപ്റ്ററും ചലന സമവാക്യം എന്നുള്ള 2ാമത്തെ ചാപ്റ്ററും ചലന നിയമങ്ങൾ എന്നുള്ള 3ാമത്തെ ചാപ്റ്ററും നമ്മൾ നോക്കേണ്ടതുണ്ട്.
ദെൻ 9ാം ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണം, 9ാം ക്ലാസ് 5ാമത്തെ ചാപ്റ്റർ പ്ലവക്ഷമ ബലം, 9ാം ക്ലാസ് 6ാമത്തെ ചാപ്റ്റർ പ്രവൃത്തിയും ഊർജവും, 9ാം ക്ലാസ് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദം, 10ാം ക്ലാസ് 1ാമത്തെ ചാപ്റ്റർ ശബ്ദ തരംഗങ്ങൾ, 10ാം ക്ലാസ് ചാപ്റ്റർ 2 ലെൻസുകള്, ക്ലാസ് 10 ചാപ്റ്റർ 3 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, ക്ലാസ് 10 ചാപ്റ്റർ 6 വൈദ്യുത കാന്തിക പ്രേരണം നിത്യജീവിതത്തിൽ, ക്ലാസ് 10 ചാപ്റ്റർ 7 യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ കെമിസ്ട്രി അതായത് രസതന്ത്രം നോക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ, 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ മാറ്റങ്ങളുടെ ലോകം, 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും, 8ാം ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ മാറ്റങ്ങളുടെ രസതന്ത്രം. ഇനി 8ാം ക്ലാസ്സിൽ നമുക്ക് വരുന്നതിൽ 5, 6, 10, 14, 15 എന്നീ ചാപ്റ്ററുകൾ നോക്കേണ്ടതുണ്ട്. 5ാമത്തെ ചാപ്റ്റർ മൂലകങ്ങളുടെ സംയുക്തങ്ങളും, 6 ലോഹങ്ങളും അലോഹങ്ങളും, 10 സ്ഥിതവൈദ്യുതി, 14 ജലം, 15 പദാർത്ഥങ്ങളും രസതന്ത്രം. ഇനി 9ാം ക്ലാസ് നോക്കുമ്പോൾ സമയത്ത് നമുക്ക് 1, 2 ചാപ്റ്റർ ഉണ്ട്, ആറ്റത്തിന്റെ ഘടനയും പീരിയോഡിക് ടേബിളും കേട്ടോ. ദെൻ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 രാസബന്ധനം, 9ാം ക്ലാസ് ചാപ്റ്റർ 4 റിഡോക്സ് പ്രവർത്തനങ്ങൾ, 5ാമത്തെ രാസഗതികം, 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലായനികള്, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയ അലോഹങ്ങളും നിന്നും ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. നമ്മുടെ സിലബസ് ബേസ് ചെയ്ത ടോപ്പിക്കുകൾ തന്നെയാണ്. കാർബണിക രസതന്ത്രം, അതേപോലെ പീരിയോഡിക് ടേബിള്, വാതക വിനിമയങ്ങള്, 10ാം ക്ലാസ്സിലത്തെ നമുക്ക് 3, 4, 6, 7 ചാപ്റ്റർ കേട്ടോ നിർബന്ധമായിട്ട് നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഏതാണ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി എന്ന ഭാഗങ്ങളിൽ നിന്ന് വരിക. ഇനി കലാസാഹിത്യ മേഖലയിൽ 6ാം ക്ലാസ്സിലെ 5ാമത്തെയും 8ാമത്തെയും ടോപ്പിക്കുകൾ ഒന്ന് നോക്കണം. സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും ദക്ഷിണേന്ത്യൻ ചരിത്രങ്ങളിലേക്ക്. ഓക്കെ, ദെൻ സുപ്രധാന നിയമങ്ങളിൽ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്നുള്ളതും, നിയമവും സമൂഹവും എന്ന 5ാം ക്ലാസ് ചാപ്റ്ററും നോക്കണം. ഇനി IT നോക്കുമ്പോൾ 8, 9, 10ലാണ് നമുക്ക് IT വരുന്നത്. 8ാം ക്ലാസ്സിലെ 7ാമത്തെ മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും, 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്റർനെറ്റ് അതിരുകളില്ലാതെ എന്നുള്ളത്. 9ാം ക്ലാസ്സിൽ നോക്കുമ്പോൾ 5, 9, 10 കാര്യങ്ങള്, നന്മയുടെ വലക്കണ്ണികൾ, വെബ് പേജ് തയ്യാറാക്കാം, കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളുടെ ശൃംഖല. ഓക്കെ, ക്ലാസ് 10 നോക്കുമ്പോൾ 4ാമത്തെയും 10ാമത്തെയും സൈബർ പ്രപഞ്ചം, സോഫ്റ്റ്വെയറിംഗ്, സ്വാതന്ത്ര്യവും എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് SCERTയുടെ ഭാഗത്ത് നിന്നും നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററുകൾ കവർ ചെയ്താൽ തന്നെ നമ്മുടെ സിലബസ് ഏകദേശം ഒരു നമുക്ക് എന്താണ് ഓൾറൗണ്ട് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ കൃത്യമായി പഠിച്ചു പോകാം. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഫുൾ സിലബസ് റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും PDF നോട്ടുകളും നിരവധി മോക്ക് ടെസ്റ്റുകളും SCERT, NCERT, കറണ്ട് അഫയേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് ആണ് വെറും 799 രൂപയ്ക്ക് ഫ്രീഡം ഓഫർ പ്രമാണിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. നിങ്ങളുടെ വിജയം ഉറപ്പിക്കൂ.